നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു പുരാതനമായ ഒരു വിശുദ്ധ പള്ളിയിലേക്കാണ്. തഞ്ചാവൂരിലുള്ള ഷ്വാർട്സ് CSI ചർച്ചിലേക്കാണ്. ഈ ചർച്ചിനോട് ചേർന്നാണ് ശിവഗംഗ ഗാർഡൻ ഉള്ളത്. ഗാർഡന്റെ തൊട്ടപ്പുറം ബൃഹദീശ്വരർ ടെമ്പിൾ. ഇത് മൂന്നും അടുത്തടുത്തുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ എളുപ്പമാണ്. കാർ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ടു 3 സ്ഥലവും കണ്ടിട്ട് വന്ന് കാർ എടുത്താൽ മതിയാകും. രാവിലെ മുതൽ കാണാൻ ഇറങ്ങിയാൽ ടെമ്പിളിൽ പോയി വരുമ്പോഴേക്കും ഗാർഡൻ ഓപ്പൺ ആകും. അത് കഴിഞ്ഞു ചർച്ച് കാണാവുന്നതാണ്. അവിടെ കുറച്ചു നേരം ഇരുന്ന് വിശ്രമിക്കുകയും ചെയ്യാം. തമിഴ്നാടിന്റെ ഹൃദയഭാഗത്ത് ചരിത്രത്തിന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നൊരു നഗരമാണ് തഞ്ചാവൂർ. ബൃഹദേശ്വര ക്ഷേത്രം കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഈ നഗരത്തിൽ കാലത്തിന്റെ സാക്ഷിയായി ഇന്നും നിലകൊള്ളുന്ന മറ്റൊരത്ഭുതമുണ്ട്. അതാണ് ഷ്വാർട്സ് CSI ചർച്ച്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ലളിതമായൊരു ദേവാലയം പോലെ തോന്നുന്ന ഈ പള്ളി യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രവും ആത്മീയതയും സംസ്കാര സമ്പത്തും നിറഞ്ഞ ഒരു സ്മാരകമാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ പള്ളി ആരാണ് പണിതത്, എന്തിനാണ് പണിതത്, ആ കാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യങ്ങൾ എന്തായിരുന്നു, തഞ്ചാവൂർ രാജാവുമായുള്ള ബന്ധം, ഇന്നത്തെ അവസ്ഥ, കൂടാതെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട അതിശയകരമായ ചില കഥകളും. ആരംഭ ചരിത്രം. 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന കാലം. ആ സമയത്ത് ജർമ്മനിയിൽ ജനിച്ച ഒരു ക്രിസ്ത്യൻ മിഷണറിയായിരുന്നു ക്രിസ്ത്യൻ ഫ്രെഡറിക് ഷ്വാർട്സ്. 1726 ജർമ്മനിയിൽ ജനിച്ച ഷ്വാർട്സ് ചെറുപ്പം മുതൽ തന്നെ ദൈവവിശ്വാസത്തിലും സേവന മനോഭാവത്തിലും വളർന്നു. പിന്നീട് അദ്ദേഹം മിഷണറി പ്രവർത്തനത്തിനായി ഇന്ത്യയിലേക്കെത്തി. അന്ന് ദക്ഷിണേന്ത്യയിലെ പല ഭാഗങ്ങളിലും വിദ്യാഭ്യാസം വളരെ പരിമിതമായിരുന്നു. ദരിദ്രർക്കും സാധാരണ ജനങ്ങൾക്കും പഠിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. ഇതെല്ലാം നേരിട്ട് കണ്ട ഷ്വാർട്സ് മതപ്രചാരണം മാത്രമല്ല, വിദ്യാഭ്യാസവും സാമൂഹിക സേവനവും മനുഷ്യസ്നേഹവും ഒരുപോലെ പ്രധാനമാണെന്ന് വിശ്വസിച്ചു. ആയിരത്തി 1779 ഷ്വാർട്സ് തഞ്ചാവൂരിൽ തന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി. അന്നത്തെ തഞ്ചാവൂർ രാജാവായിരുന്ന സർഫോജി രണ്ടാമുമായും അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഷ്വാർട്സ് ഒരു മിഷണറി മാത്രമല്ലായിരുന്നു. അദ്ദേഹം ഒരു അധ്യാപകൻ, ഉപദേഷ്ടാവ്, ദൂതൻ, മനുഷ്യസ്നേഹി എല്ലാം ചേർന്ന ഒരാളായിരുന്നു. സർഫോജി രാജാവിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും പാശ്ചാത്യ ശാസ്ത്രവിജ്ഞാനവും പരിചയപ്പെടുത്തുന്നതിൽ ഷ്വാർട്സ് നിർണായക പങ്കുവഹിച്ചു. അവരുടെ ആത്മബന്ധത്തിന്റെ അടയാളമായിട്ടാണ് പിന്നീട് ഈ പള്ളി കൂടുതൽ പ്രശസ്തമായത്. ഷ്വാർട്സ് സ്ഥാപിച്ച ഈ ദേവാലയം പിന്നീട് CSI സഭയുടെ ഭാഗമായി മാറി. ഇന്നിത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പ്രോട്ടസ്റ്റന്റ് പള്ളികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. പള്ളിയുടെ രൂപകൽപ്പന. ഈ പള്ളിയുടെ നിർമ്മാണ ശൈലി വളരെ പ്രത്യേകതയുള്ളതാണ്. യൂറോപ്യൻ ശൈലിയും ദക്ഷിണേന്ത്യൻ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള നിർമ്മാണ രീതിയും ഒരുമിച്ചാണ് ഇവിടെ കാണുന്നത്. വലിയ വളവുകളുള്ള ജനലുകൾ, ഉയർന്ന മേൽക്കൂര, കാറ്റ് സഞ്ചരിക്കാൻ വിശാലമായ ഇടങ്ങൾ, കട്ടിയുള്ള ചുവരുകൾ. അന്നത്തെ കാലഘട്ടത്തിലെ യൂറോപ്യൻ ദേവാലയ നിർമ്മാണത്തിന്റെ സ്വാധീനം ഇവിടെ വ്യക്തമായി കാണാം.
പള്ളിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്നത് ഒരു അതിശയകരമായ ശാന്തതയാണ്. പഴയ മരപ്പീഠങ്ങൾ, കാലപ്പഴക്കം തോന്നിക്കുന്ന ചുവരുകൾ, പ്രാർത്ഥനയുടെ നിശബ്ദത, ഇവയെല്ലാം ചേർന്ന് നമ്മളെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകും. സെർഫോജി രാജാവും ഷ്വാർട്സും. ഈ പള്ളിയുടെ ചരിത്രത്തിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗമാണ് ഷ്വാർട്സും സെർഫോജി രാജാവും തമ്മിലുള്ള ബന്ധം. ചരിത്രരേഖകൾ പ്രകാരം ഷ്വാർട്സ് മരണപ്പെടുമ്പോൾ സെർഫോജി രാജാവ് വളരെ ദുഃഖിതനായി. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി മനോഹരമായൊരു സ്മാരക ശില്പവും നിർമ്മിക്കപ്പെട്ടു. ആ ശില്പത്തിൽ മരണശയ്യയിൽ കിടക്കുന്ന ഷ്വാർട്സിനെയും അദ്ദേഹത്തിന്റെ സമീപത്ത് നിൽക്കുന്ന സെർഫോജി രാജാവിനെയും കാണാം. ഒരു യൂറോപ്യൻ മിഷണറിയും ഒരു ഇന്ത്യൻ രാജാവും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ പ്രതീകമായി ഇന്നും അത് നിലകൊള്ളുന്നു. ചരിത്രം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചിലപ്പോൾ അത് കെട്ടിടങ്ങളായി നമ്മുടെ മുന്നിൽ ഇന്നും ജീവിക്കുന്നു. ഷ്വാർട്സ് CSI ചർച്ച് അത്തരത്തിലുള്ള ഒരു ചരിത്ര സാക്ഷിയാണ്. വിശ്വാസവും വിദ്യാഭ്യാസവും സംസ്കാരവും മനുഷ്യസ്നേഹവും എല്ലാം ഒരുമിച്ചു ചേർന്ന ഒരു പൈതൃകം. തഞ്ചാവൂരിലേക്ക് നിങ്ങൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ ബൃഹദീശ്വര ക്ഷേത്രത്തോടൊപ്പം ഈ നിശബ്ദ ദേവാലയവും മറക്കാതെ സന്ദർശിക്കൂ. കാരണം ഇവിടെ ചുവരുകൾ പോലും ചരിത്രം സംസാരിക്കുന്നു. ഇന്നത്തെ അവസ്ഥ. ഇന്ന് ഷ്വാർട്സ് CSI ചർച്ച് ഒരു പ്രാർത്ഥനാലയം മാത്രമല്ല, അത് ചരിത്രം പറയുന്ന ഒരു സ്മാരകമാണ്. ഇന്നും ഇവിടെ സ്ഥിരമായി ആരാധനകൾ നടക്കുന്നു. CSI സഭയുടെ കീഴിൽ പള്ളി സംരക്ഷിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചരിത്രാസക്തരും സഞ്ചാരികളും ഗവേഷകരും ഇവിടെ എത്താറുണ്ട്. പ്രത്യേകിച്ച് തഞ്ചാവൂർ സന്ദർശിക്കുന്നവർ ബൃഹദീശ്വര ക്ഷേത്രത്തോടൊപ്പം ഈ പള്ളിയും കാണാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഇതൊരു മതസ്ഥാപനം മാത്രമല്ല, ഇന്ത്യയുടെ സാംസ്കാരിക സഹിഷ്ണുതയുടെയും ചരിത്രബന്ധങ്ങളുടെയും ഒരു ജീവിച്ചിരിക്കുന്ന തെളിവാണ്. ചരിത്രം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ചിലപ്പോൾ അത് കെട്ടിടങ്ങളായി നമ്മുടെ മുന്നിൽ ഇന്നും ജീവിക്കുന്നു. ഷ്വാർട്സ് CSI ചർച്ച് അത്തരത്തിലുള്ള ഒരു ചരിത്ര സാക്ഷിയാണ്. വിശ്വാസവും വിദ്യാഭ്യാസവും സംസ്കാരവും മനുഷ്യസ്നേഹവും എല്ലാം ഒരുമിച്ചു ചേർന്ന ഒരു പൈതൃകം. തഞ്ചാവൂരിലേക്ക് നിങ്ങൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ ബൃഹദീശ്വര ക്ഷേത്രത്തോടൊപ്പം ഈ നിശബ്ദ ദേവാലയവും മറക്കാതെ സന്ദർശിക്കൂ. കാരണം ഇവിടെ ചുവരുകൾ പോലും ചരിത്രം സംസാരിക്കുന്നു. ഷ്വാർട്സ് CSI ചർച്ച് പ്രധാനമായും കൊളോണിയൽ പ്രോട്ടസ്റ്റന്റ് ചർച്ച് ആർക്കിടെക്ചർ എന്ന ശൈലിയിലാണ് പണിതിരിക്കുന്നത്. അതായത് യൂറോപ്യൻ ക്രിസ്ത്യൻ ദേവാലയ നിർമ്മാണ രീതിയും ദക്ഷിണേന്ത്യൻ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള പ്രാദേശിക നിർമ്മാണ ശൈലിയും ചേർന്നൊരു മാതൃക. ഈ പള്ളിയുടെ നിർമ്മാണ ശൈലിയുടെ പ്രത്യേകതകൾ: 1. ലളിതമായ പുറം രൂപം. കത്തോലിക്ക പള്ളികളിൽ കാണുന്ന പോലെ വളരെയധികം അലങ്കാരങ്ങളോ വലിയ ശില്പങ്ങളോ ഇവിടെ കൂടുതലില്ല. കാരണം ഇതൊരു പ്രോട്ടസ്റ്റന്റ് മിഷൻ ചർച്ചായിരുന്നു. പ്രോട്ടസ്റ്റന്റ് പള്ളികൾ സാധാരണയായി ലളിതത്വം, പ്രാർത്ഥനാ കേന്ദ്രിത രൂപകൽപ്പന, വലിയ അകത്തള സൗകര്യം ഇവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. 2. ഉയർന്ന മേൽക്കൂര. തഞ്ചാവൂരിലെ ചൂട് കണക്കിലെടുത്താണ് ഉയർന്ന റൂഫ് നിർമ്മിച്ചത്. അതുകൊണ്ട് ചൂട് കുറയും, കാറ്റ് സഞ്ചാരം നല്ലതാകും,
അകത്ത് തണുപ്പ് ലഭിക്കും. ഇത് പഴയ യൂറോപ്യൻ മിഷനറി പള്ളികളിലെ കോമൺ ഡിസൈനാണ്. 3. വലിയ ജനലുകളും വായുസഞ്ചാരവും. പള്ളിയിൽ വലിയ ആർക്ക് ഷേപ്ഡ് വിൻഡോസ് കാണാം. ഇത് പ്രകാശം ലഭിക്കാൻ, വെന്റിലേഷൻ ലഭിക്കാൻ, നാച്ചുറൽ കൂളിംഗ് ഉണ്ടാകാൻ സഹായിച്ചു. 4. കൊളോണിയൽ പ്ലസ് ഇന്ത്യൻ ബ്ലെൻഡ്. പൂർണ്ണമായ യൂറോപ്യൻ ഗോഥിക് ചർച്ച് അല്ല ഇത്. അതേസമയം പൂർണ്ണമായ ഇന്ത്യൻ ക്ഷേത്ര ശൈലിയുമല്ല. ഇതൊരു ഇൻഡോ യൂറോപ്യൻ കൊളോണിയൽ ചർച്ച് സ്റ്റൈൽ എന്ന രീതിയിലേക്കാണ് ചരിത്രകാരന്മാർ കാണുന്നത്. 5. അകത്തള രൂപം. അകത്ത് നീളമുള്ള പ്രെയർ ഹാൾ, വുഡൻ ബെഞ്ചസ്, ഓൾട്ടർ ഏരിയ, സിമട്രി ഇവ യൂറോപ്യൻ പ്രോട്ടസ്റ്റന്റ് പ്രെയർ ഹാൾ ഡിസൈനിനെ ഓർമ്മിപ്പിക്കുന്നു. ഈ പള്ളി ഒരു യൂറോപ്യൻ ദേവാലയത്തിന്റെ ആത്മാവും ദക്ഷിണേന്ത്യൻ കാലാവസ്ഥയുടെ ബുദ്ധിയും ചേർന്നാണ് പണിതിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടൊരു സഹായം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കുറവാണ്, വ്യൂവേഴ്സും അതുപോലെ തന്നെ കുറവാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സൗത്ത് ഇന്ത്യൻ ട്രാവൽ വ്ലോഗിൻ്റെ വീഡിയോസ് ഇനിയും ഒരുപാട് അപ്ലോഡ് ചെയ്യാനുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ് ഫുട്ടേജ് എല്ലാം. ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. എല്ലാവരും ക്ഷമിക്കുക, എത്രയും വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. ഇനി ഫുഡ് കഴിക്കണം. നല്ല ചൂടുണ്ട് ഇവിടെ ഇപ്പോൾ. ഇനി എൻ്റെ സിസ്റ്ററാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അവളിപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അമ്മയൊക്കെ ശരിക്കും ക്ഷീണിച്ചു. അപ്പോൾ ഇനി പോയി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായി ഉടനെ വരാം. ബൈ.